എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ഇന്നത്തെ അധ്യക്ഷൻ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകൾ, ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും സാന്നിധ്യമുള്ള ബഹുമാന്യനായ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്ന ബഹുമാന്യ ഭരണസമിതി അംഗങ്ങൾ ശ്രീ ജി എസ് ജയലാൽ, ശ്രീ നന്ദകുമാർ, ശ്രീ പി പി സുമോദ്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ശ്രീമതി ശ്രീലത സുകുമാരൻ, ഡോക്ടർ സുരേഷ്, ഡോക്ടർ തുളസി, ഡോക്ടർ ശ്രീ ഷിബു, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ രഞ്ജിത് കുമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സർവകലാശാല, പൊതുസഭ, അക്കാദമിക് കൗൺസിൽ, ഇതര ബോർഡ് ഓഫ് സ്റ്റഡീസ് തുടങ്ങിയ സമിതികളിലെ അംഗങ്ങളെ, ഫാക്കൽറ്റി അംഗങ്ങളെ, ബഹുമാന്യരായ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, സർവകലാശാലയുടെ സ്ഥാപന ദിനത്തിൽ സാധാരണയായിട്ട് ചിന്തിക്കപ്പെടുക അതിൻ്റെ പ്രവർത്തന നേട്ടവും അതിൻ്റെ ഭാവിയും ഒക്കെയാണ്. അതിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സർവകലാശാല പിന്നിട്ട പാത, അത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അതേക്കുറിച്ച് വളരെ മൂർത്തമായ ഒരു എക്സർസൈസ് യൂണിവേഴ്സിറ്റി ചെയ്തു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഞാൻ മാർച്ച് 23 മാർച്ചിലാണ് ചുമതലയിൽ വന്നതെന്നാണ് വിചാരിക്കുന്നത്. വീണ്ടും അവിചാരിതമായിട്ട് IAS പരീക്ഷ ജയിക്കുമ്പോൾ സർവകലാശാല സേവനത്തിന് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല. അത് അങ്ങനെ പ്രത്യാശിച്ചിരുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിചാരിതമായിട്ട് സർവകലാശാലയിൽ പോകാനൊരു നിയോഗം ഉണ്ടായിരുന്നതുകൊണ്ട് 11 സംഭവിച്ചു, എനിക്ക് തോന്നുന്നു പിന്നീട് 17 സംഭവിച്ചു, ഒരു വർഷത്തേക്ക്. വീണ്ടും 23 സംഭവിച്ചു. ഈ 11 സംഭവം എന്ന് പറയുന്നത് ഞാൻ തിരിഞ്ഞ് ആലോചിച്ച് നോക്കുകയായിരുന്നു. ഇത് സർവകലാശാലയിൽ ചെന്ന് വീഴാനുള്ള കാരണം, അന്ന് കാർഷിക സർവകലാശാല വിഭജിച്ചിട്ട് പിന്നെ വെറ്റിനറി ഫിഷറീസ് സ്ഥാപിക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ഉത്സാഹം കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് നടക്കുന്നില്ല. നടക്കാത്തതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഭജിച്ചാൽ അധികമായിട്ട് യാതൊരുവിധ ഫണ്ടുകളും പുതിയ സർവകലാശാലകളുടെ രൂപീകരണത്തിന് തിരികെയില്ല എന്ന് ICR ഒരു നിലപാടെടുത്തു. അപ്പോൾ അന്ന് കേന്ദ്ര കൃഷിമന്ത്രിയുടെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറും ഡയറക്ടറുമായിട്ടിരിക്കുന്ന എനിക്ക് ആ ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബാധ്യത വന്നു. ICR വളരെ അഡമൻ്റായിരുന്നു. വിഭജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇൻക്രിമെൻ്റൽ സപ്പോർട്ടില്ല, വിഭജിക്കോ ഇല്ലയോ എന്നുള്ളത് സ്റ്റേറ്റ് തീരുമാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉത്സാഹിച്ച ശ്രീ സി ദിവാകരൻ, ഇന്നത്തെ ആനിമൽ ഹസ്ബൻഡറി മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡായിരുന്നു വെറ്റിനറി യൂണിവേഴ്സിറ്റി. അപ്പോൾ അദ്ദേഹം നിരവധി വട്ടം കേന്ദ്ര കൃഷിമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ ഇത് എങ്ങും പോകുന്നില്ല എന്ന് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം ഒരു ICRൻ്റെ ബജറ്റ് ഞാൻ വിശദമായിട്ട് പഠിച്ചതാണ്. അതിനകത്തുനിന്ന് ഒരു കോടി പോലും അതിനകത്തുനിന്ന് എടുക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണത് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ICR DG വളരെ വ്യക്തമായിട്ട് ഫയലിൽ പോവുകയും ചെയ്തത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടിലായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ തലയ്ക്ക് വരാനുള്ള കാരണം, ഇങ്ങനെ യോഗം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി മലയാളിയായിരുന്നുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചായ കുടിച്ചത് നടക്കാതാകുന്നു എന്നുള്ളൊരു സൂചനയെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തലയിൽ എങ്ങനെയോ വികട സരസ്വതി വന്ന് കയറി. ഞാൻ ഇപ്രകാരമാണ് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 40 കോടിയുടെ അഡീഷണൽ ഫണ്ടിങ് ആണ്. അത് തീരെ കുറഞ്ഞു പോയി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടേംസ് വെച്ചുകൊണ്ട്. 2, നിങ്ങൾ ചോദിക്കുന്നത് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അവർക്കത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് ഇല്ല. നിങ്ങൾ ചോദിക്കേണ്ടത് പുതിയ യൂണിവേഴ്സിറ്റികളുടെ ഡെവലപ്മെൻറ്റും പിന്നെ വികസനവും സ്വാഭാവികമായിട്ടും അന്നത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കയ്യിലാണ്. അത് പിന്നെ HR മിനിസ്ട്രി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കയ്യിലാണ്. അവർക്ക് എല്ലാ വർഷവും അവർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കുറഞ്ഞത് 500-600 കോടി അവർ ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റ് ഇന്ന ആൾക്കാർ എടുത്തിട്ടുണ്ട്. അത് കിട്ടിയ യൂണിവേഴ്സിറ്റികളുടെ വിവരവും ഞാൻ പറഞ്ഞു മിനിമം 100 കോടി ചോദിക്കണം. പക്ഷേ എന്നാലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബജറ്ററി റഡാറിലൊരു ഫ്ലിപ്പാവും, ഒരു ചെറിയൊരു മീനെങ്കിലും ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് അവിവേകമായിപ്പോയി. കാരണം ദിവാകരൻ സാർ ശ്രദ്ധിച്ച് നാട്ടിൽ വന്ന ശേഷം ദിവാകരൻ സാർ ഗവൺമെൻറ്റിലൊരു ഫയലുണ്ടാക്കി എന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ചുമതലയിൽ കൊണ്ടുവരണം. അദ്ദേഹം അത് വിശ്വസിച്ചു. അവിടുന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആ പ്രപ്പോസൽ എനിക്ക് തന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 40 മിനിറ്റ് കൊണ്ടോ മറ്റുമാണ് 100 കോടി രൂപ അനുവദിച്ചത്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഫണ്ടിങ് കിട്ടാൻ അത്ര എളുപ്പമാണ്. ഇൻ ദാറ്റ് സെൻസ് കറക്റ്റായ വിൻഡോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടിങ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ പ്രപ്പോസൽ എടുത്തുകൊണ്ട് നേരെ അന്നത്തെ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്ററോട് പറയാൻ സാധിക്കുന്ന ഒരാളെ കൊണ്ട്, അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, ഞാൻ പിന്നെ പറയിച്ച ശേഷം ഒരു കുറിപ്പ് ഒപ്പിട്ട് വാങ്ങിയിട്ട് ഇപ്പോഴും ഈ പ്രീ ബജറ്റ് സമയം നടക്കുമ്പോൾ പ്രീ ബജറ്റ് പ്രിപ്പറേഷൻസ്, ഇപ്പോൾ ഫെബ്രുവരി 1 ഇന്ന് സെൻട്രൽ ബജറ്റാണ്. അപ്പം എൻ്റയർ മന്ത് ഓഫ് ജനുവരി ഫിനാൻസ് മിനിസ്ട്രിയിൽ അവർ ഒരു വിസിറ്റേഷന് സമ്മതിക്കില്ല.
പുറത്തുനിന്നുള്ള, അതായത് മറ്റ് കേന്ദ്ര വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ അവർ മീറ്റ് ചെയ്യില്ല. അവർ ഇൻഫ്ലുവൻസിൽ നിന്ന് ബജറ്റ് ടീം സെക്വസ്റ്റർ ചെയ്യും അവർ മൊത്തത്തിൽ. അപ്പോൾ ഏതോ വിധത്തിൽ വിത്ത് മന്ത്രാലയത്തിൽ കടന്നു ചെന്നിട്ട് ഞാൻ അന്നത്തെ OSD ടു പ്രണബ് മുഖർജിയുടെ ഈ പേപ്പർ കൊടുക്കുന്നു. പേപ്പർ കൊടുത്തു, എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് ചായ തരുന്നു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഇതിലിനി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അതേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ ഈ മർമ്മത്ത് പിടിച്ച് തലയ്ക്കടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ യുവർ ഫണ്ട്സ് ആർ ഓൾറെഡി ഓൺ ദ വേ, യു ഡോണ്ട് ഈവൻ വെയിറ്റ് എന്ന് പറഞ്ഞ് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത്, ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉത്സാഹമുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കോ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ ഫണ്ട് കണ്ടെത്തുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഫണ്ട്സ് അവൈലബിൾ ആണ്. ഫണ്ട് അതിന് ചെറിയ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഇത് വാങ്ങിയിട്ട് PF അരിയേഴ്സ് കൊടുക്കാമെന്നുള്ളത്, അത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്, അത് സ്റ്റേറ്റ് കാണേണ്ട തുകയാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷനുള്ള ഫണ്ടിങ് വളരെ വിപുലീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് കഴിയണം. ഞാൻ വിചാരിക്കുന്നത് കാര്യമായിട്ട് 2-3 വഴികൾ നമ്മൾ വെട്ടി തുറന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അക്കാഡമിക് ഓഫറിംഗ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. യൂണിവേഴ്സിറ്റികൾ വേൾഡ് വൈഡ് ട്യൂഷൻ അവരുടെ ഒരു പ്രധാന വരുമാനമാണ്. അതിൽ ദരിദ്രരായിട്ടുള്ളവരും കൽപ്പ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് സഹായമൊക്കെ കിട്ടണം. പക്ഷേ ട്യൂഷൻ, കാരണം അത് എഡ്യൂക്കേഷൻ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ഫ്യൂവൽ ലോടുന്ന ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് ഫ്യൂവലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റണ്ണിങ് കോസ്റ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ റിക്കറിങ് കോസ്റ്റാണ് അല്ലെങ്കിൽ ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികളുടെ എണ്ണവും ഫീസ് സമാഹരിച്ചുകൊണ്ടേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നോർമറ്റീവായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേ സാധിക്കുകയുള്ളൂ. ഗവേഷണത്തിനും വികസനത്തിനും എനിക്ക് തോന്നുന്നത് കിട്ടുന്ന എക്സ്ട്രാ മ്യൂറൽ ഗ്രാൻറ്റുകളിൽ കിട്ടാവുന്നതിൻ്റെ ഒരു 15-20% KU ഇപ്പം നേടുന്നുള്ളൂ. ഞാൻ കണക്ക് നോക്കിയിട്ടുണ്ട്, 15-16 കോടിയാണ് ഒരു വർഷം സ്റ്റേറ്റ് റിസോഴ്സിന് പുറത്തുനിന്ന് വരുന്നത്. ഇത് കൂട്ടിയെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. എല്ലാ വർഷവും 2-3 പ്രപ്പോസൽ റൈറ്റിംഗ് വർക്ക്ഷോപ്സ് വെച്ചാൽ മതി. DST എന്ന് വളരെ കുറച്ചാണ് കിട്ടുന്നത്, DBT എന്ന് വളരെ കുറച്ചാണ് കിട്ടുന്നത്, ബിറാക്കി എന്ന് വളരെ കുറച്ചാണ് കിട്ടുന്നത്, CSIR എന്ന് പ്രാക്ടിക്കലി ഒന്നും തന്നെ യൂണിവേഴ്സിറ്റി എടുക്കുന്നില്ല. യങ് ബഡിങ് റിസർച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-60 കോടി വരെ റിസർച്ച് ഗ്രാൻറ്റ്സ് വർദ്ധിപ്പിച്ചെടുക്കാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിശകളിലോട്ട് കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാം കൂടെ 200-300 കോടി രൂപയുടെ പ്രപ്പോസൽസ് എനിക്ക് തന്നു റിയാസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. റിയാസ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി നബാർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്ലെക്സിബിൾ പ്രോഗ്രാമാറ്റിക് അസിസ്റ്റൻസിൽ സ്റ്റേറ്റുകൾക്കും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനും യൂണിവേഴ്സിറ്റികൾക്ക് പോലും സപ്പോർട്ട് എടുക്കാവുന്ന ഒരു ഫണ്ടിങ് വിൻഡോ ആണ്. ലോണാണ്, അതിൽ 90-10 ബേസിസിൽ ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് തരാവുന്നതാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിറകിലുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വേണമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഊന്നേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന പോലെ ഒരുപാട് ചിന്തിക്കേണ്ട സ്ഥലമൊക്കെ ആണെങ്കിലും ചിന്തിച്ച് വ്യഥപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ചിന്തയിൽ മുഴുകി എപ്പോഴും ഇരുന്നിട്ട് കാര്യമില്ല, ആക്ഷനും കൂടി വേണം. അപ്പോൾ അതിലേക്ക് ഞാൻ യൂണിവേഴ്സിറ്റികളിലെ 2-3 ചെറിയ അനുഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. യൂണിവേഴ്സിറ്റികളിൽ ഈ എക്സിക്യൂട്ടീവ് സ്പിയറിൽ നിന്ന് വർക്ക് ചെയ്യാൻ വരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത് ആദ്യം യൂണിവേഴ്സിറ്റി പോയപ്പോൾ തന്നെ എനിക്കത് തോന്നിയിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡൈനാമിസം എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അന്തരീക്ഷം, ഈ ഞങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം വളരെ വേഗതയുള്ളതെന്ന് ഞാൻ പറയില്ല. ഇതിനേക്കാൾ വേഗതയുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും. ഡൽഹിയിലെ മിനിസ്ട്രിയിലും ഇതിനേക്കാൾ വളരെ ഫാസ്റ്റായിരിക്കും വർക്ക്. ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം സ്പീഡല്ല, ഞങ്ങളുടെ അനുഭവം. ഞങ്ങളുടെ വർക്ക് എൻവയോൺമെൻ്റ് എന്ന് പറയും, തീരുമാനങ്ങൾ എടുക്കുന്ന വേഗത എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഈ വെറ്ററിനറി യൂണിവേഴ്സിറ്റി കമൻസ് ചെയ്യാനായിട്ട് നടത്തിയ ഒരു യാത്ര ഇപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഈ വയനാടാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്നാണ് ആക്റ്റിൽ നിശ്ചയിച്ചത്. അപ്പോൾ കോഴിക്കോട് ട്രെയിനിൽ വന്നിട്ട് ആദ്യമായിട്ട് വയനാട് വെറ്ററിനറി ക്യാമ്പസിലേക്ക് പോകണം. ഞാൻ ആ ക്യാമ്പസ് ഒരിക്കലോ മറ്റോ വളരെ യാദൃച്ഛിക വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അത് വന്നിട്ടില്ല. അതിനുശേഷം വളരെ വളരെ പെട്ടെന്നൊരു കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ആ ക്യാമ്പസിൽ പോകുന്നത്. പറഞ്ഞാൽ രസമുള്ള കഥയാണ്. അപ്പോൾ അവിടെ ചുമതല ഉള്ള പ്രൊഫസറെ വിളിച്ചിട്ട് ഞാൻ ഇത്ര ദിവസം വരുന്നെന്നും തിരുവനന്തപുരത്തെ ജോലികൾ ഒരു പരുവത്തിലെത്തിച്ച ശേഷം ആദ്യമായിട്ട് ഈ സർവകലാശാല ആസ്ഥാനം സ്ഥാപിക്കേണ്ട ക്യാമ്പസിലേക്ക് വരികയാണ്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഈ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിരിഞ്ഞു വന്ന അല്ലെങ്കിൽ പുതിയ സർവകലാശാലയിലേക്ക് ഉത്സാഹപൂർവ്വം വന്ന പ്രൊഫസർമാരാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ
കാറുമായിട്ട് ഒരു പ്രൊഫസർ എന്നെ റിസീവ് ചെയ്യാനായിട്ട് വന്നു. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ ചുമതല എടുത്തു നേരത്തെ, പക്ഷേ വയനാട് ആദ്യമായിട്ട് എത്തുകയാണ്. അപ്പോൾ ഈ കാറ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യമായ സംശയം തോന്നി. കാരണം എനിക്ക് വയനാട് ആ ഗാർഡ് സെക്ഷൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇത് വലിക്കുമോ, വയനാട് മുകളിലോട്ട് ഇത് കയറി പോവുമോ, അതോ? പുള്ളി പറഞ്ഞാലല്ലോ ഓടും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ബമ്പറിലൊന്ന് ചവിട്ടി നോക്കിയപ്പോൾ അതേതായില്ല, തുരുമ്പ് പിടിച്ച് ഇളകി താഴെ വീടാറായ ഒരവസ്ഥയിലാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആക്രിയായ വണ്ടി വല്ലതും കൊടുത്തു വിട്ടതായിരിക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. പഴയ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാരനായിട്ടുള്ള ഡ്രൈവർ ഈ വാഹനം വയനാട് ഗാർഡ്സിലേക്ക് ചലിപ്പിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ മൂന്നാമത്തെ മറ്റോ ഹെയർ പിന്നിലെത്തിയപ്പോഴേക്ക് ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സാറേ വണ്ടിയുടെ ട്രാക്ഷൻ പോയി, അതുകൊണ്ട് പുറകോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സാർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ വെളിയിൽ ഇറങ്ങിയിട്ട് ഈ വണ്ടി നിർത്താനുള്ളൊരു പരിപാടി ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഈ കൊക്കയിൽ വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ VC ആയിട്ട് ചുമതലയെടുക്കാൻ വന്നിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്, ഇടതുവശത്തെ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയ എന്താണ് പറയുക, ഈ അണ്ടർഗ്രോത്ത് ഉണ്ടല്ലോ, അണ്ടർഗ്രോത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു കല്ല് കിട്ടുമോ എന്നുള്ളത് തപ്പിയെടുക്കുന്നതും. ചെറിയ വണ്ടി കൊണ്ട് പഴയ മാർക്ക് 3 അംബാസഡർ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ തപ്പിയെടുക്കുന്നത് ഭാഗ്യവശാൽ എൻ്റെ ഒരു സാമാന്യം വലിയൊരു ബോൾഡർ കിട്ടുന്നതും കാറിൻ്റെ പിന്നിലെ വീലിൻ്റെ ഭാഗത്തത് വെക്കുന്നതും കാറ് കല്ലുമായിട്ടൊക്കെ കുറച്ച് പുറകോട്ട് നീങ്ങി എങ്ങനെയോ ഹോൾട്ട് ആവുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ മെസ്സായിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, മറുവശത്ത് നിന്ന് ഇറങ്ങി വരേണ്ട പ്രൊഫസർ അപ്പോഴും കാറിനുള്ളിൽ തന്നെ ഇരിക്കുക. അയാളത് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്തംഭിച്ചു പോയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റേ ആളെവിടെ? അപ്പോൾ സ്വീകരിക്കാൻ വന്ന ആൾ ഡോറ് തുറന്നിട്ട് പുറത്ത് വന്ന് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട്, പിന്നെ ഷർട്ടിന് ചുളിവൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇതൊരു സീനാണ്, കാരണം ഈ കാറ് കൊക്കയിലേക്ക് പോകാറായി ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കണം, ആ ബോൾഡർ വെച്ചത് ഞാൻ തടഞ്ഞിരിക്കുന്നു. നിയുക്ത VC ആയ ഞാൻ കാറിനെ, യൂണിവേഴ്സിറ്റി എന്നുള്ള കാറിനെ കൊക്കയിൽ പോകാതിരിക്കാനായിട്ട് ഞാൻ കല്ല് വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്തേക്ക് നോക്കി, ഒരു ഭാവഭേദവുമില്ല. അദ്ദേഹം പോക്കറ്റിലിങ്ങനെ 2 പോക്കറ്റിൽ പാൻ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ആ കൊക്കയുടെ ഭാഗത്ത് വളർന്നു നിൽക്കുന്ന 2-3 മരങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, സാർ അത് യൂക്കാലിപ്റ്റസ് ഇൻഡിക്ക ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. യൂക്കാലിപ്റ്റസ് ഇൻഡിക്ക ആണ് വളർന്നു നിൽക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ അപ്പോഴത്തെ ഒരു അരിശത്തിന് ഞാൻ ഇയാളെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തള്ളി കൊക്കയിലോട്ടിട്ട് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതിനെ ദുഷ്ടബുദ്ധി ചിന്തിക്കുന്നത് മാത്രമല്ല. ഞാനിങ്ങനെ പിന്നെ മയിൽക്കുറ്റിയിലിരുന്ന് കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട്, ദൈവമേ, ഇതുപോലുള്ളൊരു ഡസൻ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി പൊക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ ശുഭവശം കൂടെ ആലോചിച്ച് നോക്കണം. അവിടെ എനിക്ക് തോന്നുന്നു 4-4.5 വർഷം അതിനുശേഷം ചിലവഴിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 10-500 കോടി രൂപയുടെ ക്യാപിറ്റൽ അവരുണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് മോശമായിരുന്നില്ല പ്രകടനം. കിട്ടിയ പണം 1-2 പ്രോജക്ട്സ് മിസ്ഫയർ ചെയ്തു പോയി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം അവരുടെ ഒരു 11 തുടങ്ങിയതല്ലേ, ഇപ്പോൾ 24 ആയപ്പോഴേക്ക് ഇറ്റ് ഇസ് 13 years. എനിക്ക് തോന്നുന്നു ഒരു 75% ക്യാപിറ്റൽ വർക്ക്സും ആ വർഷങ്ങളിലാണ് തീർത്തത്, ഇൻക്ലൂഡിങ് നിങ്ങളിവിടെ കാണുന്ന എല്ലാ പുതിയ ബിൽഡിംഗ് അടക്കം, വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം. അതിൻ്റെ ഒരു ത്രില്ല്, ടു ഡിസൈൻ ഒരു ഹോൾ ന്യൂ അക്കാഡമിക് കോംപ്ലക്സ് സ്ക്രാച്ചിൽ നിന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനീ പറഞ്ഞത്, ഈ ഹോൾ പോയിൻ്റ് ഈസ് ഡൈനാമിക് ആയി കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് എൻ്റർപ്രൈസിന് മുന്നോട്ട് വരാനായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണം, അതിന് ഫോളോ അപ്പ് വേണം, ഗവൺമെൻറ് സഹായം നേടണം, അതുപോലെ തന്നെ മറ്റു ഫണ്ടിങ് ഏജൻസികളുടെ സഹായം. ഫണ്ടിങ് അല്ല ഞാൻ പറയുന്നത്, ഫണ്ട്സ് വന്നോളും. ഫണ്ടിങ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ട മുന്നൊരുക്കം നമ്മൾ നടത്തുമോ, നമ്മൾ വേണ്ട സ്ഥലത്ത് നമ്മുടെ പിച്ച് ചെയ്യുമോ, നമ്മുടെ ഇപ്പോൾ വിദേശ സർവകലാശാലയായിട്ടുള്ള കൊളാബറേഷൻസ് ഫലപ്രദമായ 2-3 കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അലുമിനി ആയിട്ട് കുറച്ചുകൂടി നെറ്റ്വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാനും കുറേ കൂടെ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് വരാനും. ഞാൻ മിനിസ്റ്ററോടും പറയായിരുന്നു, ഇവിടെ ഏതാനും പോസ്റ്റുകളെക്കുറിച്ചോ പോസ്റ്റുകൾ കൂടുന്നതിനെയോ കുറയുന്നതിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത്. ഈ US യൂണിവേഴ്സിറ്റിയിലെ ഭരണവിഭാഗങ്ങളെ നവീകരിക്കുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്, അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അവർ പറയുന്നത് AI സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 100 ആളുള്ള സ്ഥലത്ത് അവർ 15 ആളിനെ കൊണ്ട് മാനേജ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഭരണച്ചെലവ് വെട്ടിക്കുറയുമ്പോൾ 100-ന് 85 അവർ പഠനാവശ്യങ്ങൾക്കും അക്കാഡമിക് ആവശ്യങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജിയാണ് അവർ ആവിഷ്കരിക്കുന്നതെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അപ്പം അടുത്ത 10 വർഷം
യൂണിവേഴ്സിറ്റികൾ എനിക്ക് ഉറപ്പാണ് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലും ഭാവത്തിലും മാറും. ആ മാറ്റത്തിൻ്റെ ഭാഗമായി കൊണ്ട് മാത്രമേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള കഴിവും അതിനുള്ള ധിഷണയും അതിനാവശ്യമായിട്ടുള്ള മനസ്സും മുന്നൊരുക്കമൊക്കെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ട. എല്ലാവരുടെ കയ്യിലും എല്ലാ ഉത്തരങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ കുറേ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അടുത്ത 5-10 കൊല്ലം ലോകത്ത് നടക്കാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു ബോധ്യം സാമാന്യം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗുണപരമായൊരു മാറ്റം കൈവരിക്കാനും സ്ഥായിയായിട്ടുള്ളൊരു നേട്ടം യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. ഇന്നിവിടെ സമാരംഭിക്കപ്പെടുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ടീമും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം പങ്കെടുത്ത് നേടിയതാണ്. ഞാൻ അത്യാവശ്യം ഇങ്ങനെ വന്ന് കുറച്ച് ഗുണദോഷ കഥകൾ പറയുകയും എന്തായാലും പറയണ്ടേ, ഞാൻ സന്നിഹിതനാകേണ്ട യോഗങ്ങളിൽ വന്നവിടെ യോഗം നടത്തുകയും ചെയ്യാറ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പാർട്ട്-ടൈമായിട്ടാണ് ചുമതലയിലുള്ളത്. അടുത്ത സ്ഥാപന ദിനത്തിൽ പൂർണ്ണമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ലീഡർഷിപ്പ് ടീം, പുതിയ വൈസ് ചാൻസലറും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ടീമും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. അറിയില്ല, കാരണം നമ്മുടെ നാട്ടിൽ തടസ്സങ്ങൾ വരാൻ എളുപ്പവും തടസ്സങ്ങൾ മാറ്റാൻ അല്പം പ്രയാസവുമാണ്. പക്ഷേ അത് മാറിക്കൊണ്ട് ഒരു പൂർണ്ണ എക്സിക്യൂട്ടീവ് ടീം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ അടുത്ത വിജയപഥത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ സ്ഥാപന ദിനത്തിൽ സർവകലാശാലയിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നിവിടെ വന്നെത്തിയ ബഹുമാന്യനായ പ്രോ ചാൻസലർക്കും മന്ത്രി ശ്രീ കെ രാജൻ അവർക്കും വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. കർഷക സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി സർവകലാശാലയുടെയും കൃഷി വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി CP പ്രസാദ് അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരള കാർഷിക സർവകലാശാലയ്ക്ക് 54 വയസ്സിലേക്ക് എത്തുകയാണ്. 54 വർഷം കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല ഈ നാടിന് സംഭാവന ചെയ്ത നേട്ടങ്ങൾ വിവരണാതീതമാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു സർവകലാശാല, കൃഷിയുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതിൽ നിന്നാണ് കാർഷിക സർവകലാശാലയുടെ പ്രാധാന്യവും വന്നു കയറുന്നത്. കൃഷിയുടെ പ്രാധാന്യം നമ്മുടെ നാടിൻ്റെ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്നുവരെയും കണക്ക് കൂട്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പ് എന്നുള്ളതാണ്. ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടിട്ട് 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആധുനിക മനുഷ്യനാണെങ്കിലും അതിനു മുൻപുള്ള മനുഷ്യൻ്റെ കണക്കെടുത്താലും മനുഷ്യനുണ്ടായ നാൾ മുതൽ ഇന്നേ വരെയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഭക്ഷണം കൃഷി ചെയ്ത് മാത്രം ഉണ്ടാക്കുന്നവയാണ്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും നേരിട്ട് കണ്ടു പഠിച്ച ഒന്നാണ് കൃഷി എന്നുള്ളത്. അതിനെ ശാസ്ത്രീയമായി എല്ലാ മനുഷ്യർക്കും ഭക്ഷണം എത്തിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ആധുനിക മനുഷ്യർ ചെയ്തത്. ആ മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത്. 10-25 വർഷം കഴിയുമ്പോഴേക്കും അന്ന് ഇരിക്കുന്നവരും അവർ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ പഴഞ്ചരും അവർ ആധുനികരും ആയി മാറും. ഏത് കാലത്തും അപ്പോൾ ഭക്ഷണം അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ആ കാലത്തെ ജനത താല്പര്യം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ഈ താല്പര്യ പ്രകടനമാണ് നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ചില സ്ഥാപനങ്ങളുടെ പിറവികളിലേക്കുമെല്ലാം എത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അത് കൃഷിഭൂമി കൃഷിക്കാരന് എന്നുള്ളതായിരുന്നു. പ്രാസം ഒപ്പിച്ചുണ്ടാക്കിയെടുത്തൊരു മുദ്രാവാക്യമായിരുന്നില്ല അത്.
ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു കൃഷിഭൂമി കൃഷിക്കാരന് എന്നത്. കേൾക്കുമ്പോൾ നമുക്കിപ്പോഴും ചിലപ്പോൾ ആ ഗൗരവം അത്രയും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. കൃഷിഭൂമി എന്തിനാണ് കൃഷിക്കാരൻ്റെ കയ്യിലിരിക്കുന്നത്? കൃഷി, കാർഷിക ഉൽപ്പന്നങ്ങൾ, കർഷകൻ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും വിശപ്പിലേക്ക് ചെന്ന് എത്തും. കൃഷിഭൂമി മുതലാളിമാരുടെ കൈകളിലോ, കൃഷിഭൂമി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ കൈകളിലോ എത്തിയാൽ വിശപ്പിന് ആരായിരിക്കും വിലയിടുക എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യരാശിയുടെ വിശപ്പിന് വിലയിടുന്നവർ അണാപൈസ കണക്കിൽ വിലയിടാൻ തീരുമാനിച്ചാൽ വിശപ്പ് ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായി മാറും. അങ്ങനെ മാറിയാൽ ഒരു നാടിന് അത് ദുരന്തമായിരിക്കും. സാധാരണക്കാരൻ്റെ വിശപ്പെന്നുള്ളത് വൻകിടക്കാരൻ്റെ വിലയിടാനുള്ള ഒരു ഉപാധിയായി മാറരുത് എന്നുള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിനാവശ്യമായവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങൾ കർഷകരുടെ കൈകളിൽ തന്നെ ഉണ്ടാവണം എന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത്. ആ ആഗ്രഹപ്രകടനമാണ്, ഒരാവശ്യകതയെ ഉയർത്തിക്കൊണ്ടുള്ള ആഗ്രഹപ്രകടനമാണ് കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കർഷകനിലേക്ക് കൃഷിഭൂമി എത്തുമ്പോഴും, കർഷകൻ കൃഷിയിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോഴും പരമ്പരാഗതമായ അറിവുകൾക്കൊപ്പം ആധുനികതയെയും അവിടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആ പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അതിലൂടെയെല്ലാം കണ്ടെത്തുന്ന പുത്തൻ രീതികൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സംവിധാനത്തെ സജ്ജമാക്കേണ്ടത് അനിവാര്യമാണ്. എന്നുവെച്ചാൽ കൃഷിയുടെ കാര്യത്തിലും നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ അനിവാര്യമാണ് എന്ന് അർത്ഥം. ഐക്യകേരളത്തിൻ്റെ പിറവിക്ക് മുമ്പ് കേരളത്തിൽ ആദ്യം കൃഷിവകുപ്പ് രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് സർവകലാശാല ഉണ്ടായിട്ടില്ലാത്ത കാലം ഈ കാര്യങ്ങളിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് രാജാക്കന്മാർക്കും തോന്നി, അല്ലെങ്കിൽ ഭരണാധികാരികൾക്കും തോന്നി. അങ്ങനെയാണ് കൃഷിവകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന കുഞ്ഞൻപിള്ളയെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ശ്രീ കുഞ്ഞൻപിള്ള എന്ന മനുഷ്യൻ ഗവേഷണങ്ങൾ നടത്തി, അദ്ദേഹം ഡോക്ടറേറ്റ് സമ്പാദിച്ചു. ഡോക്ടർ കുഞ്ഞൻപിള്ള കേരളത്തിലെ ആദ്യത്തെ കൃഷിവകുപ്പിൻ്റെ ഡയറക്ടർ എന്ന വിശേഷണത്തിന് അർഹനായി. അങ്ങനെ അർഹനായത് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് എടുത്തു വെക്കുക എന്നത് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഏർപ്പെട്ട ഉത്തരവാദിത്വവും അദ്ദേഹം ഏർപ്പെട്ട ഈ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെയും കൂടി ഫലമായിട്ടായിരുന്നു. ശാസ്ത്രീയമായ അറിവുകൾ കൃഷിയിടങ്ങളിലേക്കും കർഷകനിലേക്കും എത്തേണ്ടതിൻ്റെ അനിവാര്യത, അത് കേവലമായ അർത്ഥത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അതെത്തണം എന്നുള്ള ഒരു ദീർഘദർശനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴികളിലൂടെ നടന്ന് കയറി വന്ന ആധുനിക കാലത്തെ ഭരണാധികാരികളിൽ രൂപപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കലിലേക്ക് എത്തി. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെയും മറ്റും നേതാവായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴികളിലൂടെ നടന്നു കയറി വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു തൃശ്ശൂരിൽ. പഠിക്കാൻ ബഹുമിടുക്കൻ, ഏർപ്പെട്ട പരീക്ഷകളെല്ലാം ഒന്നാം റാങ്ക് ആ മനുഷ്യന് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിളി കേട്ട് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ആ പാതയെ സ്വീകരിച്ച ആ മനുഷ്യൻ പിൽക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും മാറി. ഐക്യകേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ഒന്നാമത്തെ ഗവൺമെൻറ് രൂപം കൊള്ളുമ്പോൾ 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഒരു മുറിക്കയ്യൻ സ്ലാക്ക് ഷർട്ട് വിട്ട് ഒറ്റമുണ്ടും ഉടുത്ത് അന്നത്തെ ഗവർണറായിരുന്ന രാമകൃഷ്ണ റാവുവിൻ്റെ മുമ്പാകെ സത്യവാചകം ചൊല്ലി ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരം ഏൽക്കുമ്പോൾ കൃഷി എന്നത് ഒരു, ഇന്ന് വേണമെങ്കിൽ പറയാം, അപ്രധാനമായി കണ്ടോ എന്ന്. കാരണം അന്നത്തെ കൃഷിമന്ത്രി ആരാണ് എന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പോഴും വലിയ പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. ഒരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന തരത്തിലേക്ക് അന്ന് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൃഷി വകുപ്പിൻ്റെ മന്ത്രി സാക്ഷാൽ ശ്രീ സി അച്യുതമേനോൻ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ. ഐക്യകേരളത്തിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രിയായ ശ്രീ സി അച്യുതമേനോൻ പിൽക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുമ്പോൾ കേരളം കടന്നു വന്ന അത്രയും വർഷങ്ങൾക്കുള്ളിൽ കൃഷി വകുപ്പിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായി മാറി. ഒരു വകുപ്പ് എന്ന തരത്തിൽ ഒരു വലിയ വകുപ്പിൻ്റെ മാറ്റത്തിലേക്ക് മാത്രമല്ല മാറ്റമുണ്ടായത്, ശ്രീ അച്യുതമേനോൻ്റെ മുൻകൈയിൽ കേരള കാർഷിക സർവകലാശാലയ്ക്ക് രൂപം കൊടുക്കുന്നതിലേക്കും എത്തി. ദീർഘദർശനത്തോടുകൂടി അദ്ദേഹം രൂപം കൊടുത്ത
ആ സർവകലാശാലയുടെ അങ്കണത്തിലാണ് ഞാനും നിങ്ങളും നമ്മൾ വന്നു ചേർന്നിരുന്ന് സർവകലാശാലയുടെ 54-ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് എന്നുള്ളത് ചരിത്രത്തെക്കുറിച്ചുള്ള ഈ ബോധ്യവും നമ്മളിൽ ചേർത്ത് വെക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അവരെല്ലാം നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം മുന്നണിയിൽ പ്രവർത്തിച്ചവർ. ഞാൻ രാവിലെ ആലുവയിൽ നിന്നാണ് വരുന്നത്. കൃഷി പാഠശാലയായി തൊട്ടപ്പുറത്ത് ആലുവയിലെ ഫാം നിലനിൽക്കുന്നുണ്ട്. 1919 ഒരു പാഠശാലയായി അവിടെ തുടങ്ങുകയായിരുന്നു. എത്രയോ ഇടങ്ങളിൽ ഫാമുകൾ തുടങ്ങി പണ്ട് തന്നെ. എല്ലാത്തിനെയും ചേർത്തും കോർത്തും വെച്ച സർവകലാശാല ഒരു കരുത്തുറ്റ സർവകലാശാലയായിട്ട് മാറി. പിൽക്കാലത്ത് നമ്മൾ ചെയ്തത് ഇതിനെ മുറിച്ച് പലതാക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ശ്രീ അശോക് പറഞ്ഞത്. എന്ത് നേട്ടത്തിൻ്റെ പേരിലായാലും നമുക്ക് പിന്നെ തോന്നുന്നത് മുറിച്ച് ഓരോന്ന് കൊണ്ടുപോയി 3 സർവകലാശാലകളാക്കി മാറ്റുന്നതിനപ്പുറത്തേക്ക് വലുതായിട്ടൊന്നും നമ്മളെ കൊണ്ടൊന്നും പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഒരു സർവകലാശാല ഗൗരവത്തോടുകൂടി ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറി. കേരള കാർഷിക സർവകലാശാലയ്ക്ക് അഭിമാനിക്കാൻ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൻ്റെയും വിശദാംശങ്ങളിലേക്കെല്ലാം പറഞ്ഞു പോകാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. കുട്ടനാടിൻ്റെ മേഖലയിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കുട്ടനാട്ടിലെ കർഷകർ അവരുടെ നെൽവിത്തുകളുടെ എല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നെൽവിത്തുകൾ സർവകലാശാല വികസിപ്പിച്ച നെൽവിത്ത് അടിയന്തരമായി വേണം എന്നെല്ലാം പറയുമ്പോൾ എനിക്കും വലിയ അഭിമാനം തോന്നാറുണ്ട്. കൃഷി വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള തലത്തിൽ പ്രോ ചാൻസലർ എന്ന പദവിയിലേക്ക് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സർവകലാശാലയുടെ പുതിയ ഇനങ്ങൾ ഈ സർവകലാശാലയുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരുടെയും വിയർപ്പിൻ്റെ അംശമുള്ള നമ്മുടെ ഗവേഷണത്തിൻ്റെ ഫലമായി ഉയർന്നു പൊന്തി വന്ന ഇത്തരം ഇനങ്ങൾക്ക് വേണ്ടി ഒരു കർഷക സമൂഹം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും വല്ലാത്ത ആവേശത്തിലേക്ക് ഉയർന്നു പൊന്തിയിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇപ്പോഴുള്ളവരെ മാത്രമല്ല ഇന്നലകളിലും ഈ സർവകലാശാലയെ നട്ടു നനച്ച് വളർത്തുന്നതിൽ പുത്തൻ ഗവേഷണങ്ങളിലൂടെ പുതിയ ഇനങ്ങൾ നമ്മുടെ കർഷക കൈകളിലേക്ക് എത്തിക്കുന്നതിൽ പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ. കൃഷി എന്നതിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു വലിയ ഭൂരിപക്ഷത്തിന് വേണ്ടി ഭക്ഷണം വിളയിക്കുന്ന പ്രക്രിയയാണ് കൃഷി എന്ന് വിളിക്കുന്നത് എന്നും എത്രമേൽ ശരിയായ ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. കൃഷി എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ കാര്യങ്ങളിലേക്കെല്ലാം ഇടപെടുന്നത്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഒരുപാട് കണക്കുകൾ നമ്മൾ അതിനകത്തെല്ലാം ചേർത്തും കോർത്തും വെക്കുമ്പോൾ GDP എത്ര % കൃഷി സംഭാവന ചെയ്ത് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതിൻ്റെ കണക്കുകളും നമ്മൾ കാണുന്നുണ്ട്. ലോകത്തെവിടെയും ചെറിയ ന്യൂനപക്ഷം വലിയ ഭൂരിപക്ഷത്തിൻ്റെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഭക്ഷണം വിളയിക്കുന്ന അതിമനോഹരമായ പ്രക്രിയയാണ് നമ്മൾ കൃഷി എന്ന് വിളിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു കണ്ടുപിടുത്തവും ഇതിനേക്കാൾ പ്രയോജനപ്രദമാവുന്ന ഒരു കണ്ടുപിടുത്തവും നാളിതുവരെ ലോകമുണ്ടായി ഇത്രയും നാൾ വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രവർത്തനങ്ങളിലാണ് നമ്മളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന് ആവശ്യമുള്ളത്രയും ഭക്ഷണം കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേയേറെ ഘടകങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അതിനകത്ത് താപം, സൂര്യപ്രകാശം, മഴ എന്നിവയെല്ലാം കാലാവസ്ഥ ഘടകങ്ങൾ എന്നിവയെല്ലാം അനുകൂലമായി ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം നമുക്ക് അതേ അടിസ്ഥാനത്തിൽ ഈ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം വിളയിച്ചെടുക്കാൻ കഴിയുള്ളൂ. എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും കൃഷി പ്രയോജനപ്പെടുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കുക. അതെല്ലാം ചെയ്യണമെങ്കിൽ ഇത്രയുമെല്ലാം ഘടകങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കഴിഞ്ഞ ദിവസം ഇന്നിവിടെ ഒരു 2 നെല്ലിനങ്ങൾ പുറത്തിറക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുറത്തിറക്കുന്നതിനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ വീണ്ടും പറയട്ടെ. ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ വിളവോടെ നമുക്ക് പുതിയ ഇനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എങ്ങനെയാണ് നെല്ലെല്ലാം ഉണ്ടായത്? സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, മാവാണോ ആദ്യം ഉണ്ടായത്, മാവാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യം, ചെടിയാണോ നെല്ലാണോ ആദ്യം ഉണ്ടായത്? ഉത്തരം പറയാൻ എന്തൊരു പ്രയാസമായിരുന്നു. എല്ലാവരും അവസാനം വന്നെത്തുന്ന ഉത്തരം ദൈവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു, അതുകൊണ്ട് വേറെ ഒരു തരത്തിലും അല്ല എന്നായിരുന്നു. വേറെ ദൈവത്തെ നിഷേധിക്കണം എന്നൊക്കെ തോന്നുമ്പോഴെല്ലാം വേറെ ഒരു മറുപടിയും ഇല്ലല്ലോ എന്ന് ഞാനും കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇതിലേക്കെല്ലാം എത്തി? നിങ്ങൾ കണ്ടുപിടിച്ചു, ശാസ്ത്രലോകം കണ്ടുപിടിച്ചു, 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് മ്യൂട്ടേഷനിലൂടെയാണ് പുല്ല് ഇനങ്ങളിൽപ്പെട്ട ചെടികൾ, ഞാൻ എൻ്റെ
നേരത്തെ ഇവിടെ ശ്രീ അശോക് പറഞ്ഞതുപോലെ യൂക്കാലിയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞതുപോലെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് അത്രക്കുള്ള ഇതിനെക്കുറിച്ച് ഇല്ല. ആ പ്രൊഫസർ വന്നു നിന്ന് പറഞ്ഞല്ലോ യൂക്കാലിയുടെ ശാസ്ത്രീയ നാമം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നെല്ലിൻ്റെ രൂപത്തിലേക്ക് എത്തിയത് 10,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലെല്ലാം എത്തിയത് എന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 10,000 കൊല്ലങ്ങൾക്കപ്പുറത്ത് മ്യൂട്ടേഷനിലൂടെ അന്ന കാലങ്ങളായി വന്ന മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ടെല്ലാം ഈ നെല്ലിലേക്കെല്ലാം എത്തിയെന്നുണ്ട്. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രയായിരുന്നു ലോകത്തിൻ്റെ ജനസംഖ്യ? കേവലമായ 50 ലക്ഷം മാത്രമായിരുന്നു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളൊക്കെ പറഞ്ഞ ഈ കോടികളിലേക്ക് എത്തുന്നത് 1 കോടിയും 2 കോടിയും ഒന്നുമല്ല, ഏതാണ്ടൊരു 1800കളുടെ തുടക്കമാവുമ്പോഴാണ് അതൊരു 100 കോടി എന്ന് പറയുന്ന നമ്മുടെ ഈ ജനസംഖ്യയിലേക്കെല്ലാം എത്തുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ തന്നെ അത് 300 കോടിയിലേക്ക് എത്തി. 1999 എത്തുമ്പോഴേക്കും ആ ജനസംഖ്യ 600 കോടിയായിട്ട് മാറി. 2022 കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 780 കോടിയോളം ആൾക്കാർ ലോകത്തുണ്ട് എന്നാണ്. എന്താണ് 2050? എല്ലാവരും കണക്ക് കൂട്ടുന്നത് 2050 കണക്ക് കൂട്ടുന്നൊരു ഒരു ഫിഗർ പ്രത്യേകതയുണ്ട്. ഒരു ജൂബിലി ഇയർ എന്നൊക്കെ വേണമെങ്കിൽ 2025 ജൂബിലി ഇയർ ആണ്. നെക്സ്റ്റ് ജൂബിലി ഇയർ എന്ന് പറയുന്നത് വരുന്നത് ഇനി 2050 ആണ്. നമ്മൾ പറയാനുള്ള ഒരു റൗണ്ട് ഫിഗർ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇത്തരം ചില കണക്ക് കൂട്ടലുകളിലേക്ക് എത്തുന്നത്. 2050 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അത് 10 ബില്യണിലേക്ക് എത്തും എന്ന്. 970 മുതൽ 1000 വരെയാണ് കോടി ജനസംഖ്യ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ നോക്കൂ, 10,000 കൊല്ലങ്ങൾക്ക് അപ്പുറത്തുണ്ടായിരുന്ന 50 ലക്ഷത്തിൽ നിന്ന് 2050 ആകുമ്പോഴേക്കും 1000 കോടിയിലേക്ക് ജനസംഖ്യ എത്തുമ്പോൾ ഇത്രയും പേർക്കും ആവശ്യമായ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായിട്ട് വരികയാണ്. ഈ പ്രവൃത്തിയാണ് ഒരു ന്യൂനപക്ഷം ചെയ്ത് ഈ 1000 കോടി എന്ന ഭൂരിപക്ഷത്തിൻ്റെ ഭക്ഷണം വിളയിക്കുക എന്ന ഉത്തരവാദിത്വം 2050 ആകുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. കർഷകനും കർഷക ശാസ്ത്രജ്ഞനും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും, അത് ഭരണാധികാരിയാവട്ടെ, അത് ഇതുമായി ബന്ധപ്പെട്ട ഏതൊരാളും ആവട്ടെ, എല്ലാവരുടെയും ഒരു വലിയ ഉത്തരവാദിത്വം. ഞങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു വലിയ പ്രതിസന്ധി വരാൻ പോകുന്നു. ആളുകളുടെ ജനനം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാവുന്നു എന്നതിലേക്കല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ അതൊരു പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ ഭക്ഷണ പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഭക്ഷണ പ്രശ്നം റവന്യൂ മിനിസ്റ്റർക്ക് വരാൻ എന്തൊരു അസൗകര്യമുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് പറഞ്ഞതാണ്. 2050 ആകുമ്പോഴേക്കും കേരളത്തിൽ ലോകത്ത് നമുക്ക് 1000 കോടി വരെ ജനസംഖ്യയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ വലിയ പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക? സ്വാഭാവികമായിട്ടും പാർപ്പിട പ്രശ്നം ഉയർന്നു വരാം, അല്ലെങ്കിൽ ഗതാഗതത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരാം, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരാം. പക്ഷേ എന്നാൽ പ്രാഥമികമായി വേണ്ടുന്ന ഒരു കാര്യം ഭക്ഷണം തന്നെയാണ്. ആ ഭക്ഷണത്തിൻ്റെ 95% കൃഷി ചെയ്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും പ്രമുഖമായി കണക്ക് കൂട്ടേണ്ടത് കൃഷിയുടെ കാര്യത്തിൽ തന്നെയാണ്. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ വന്നെത്തുക? ഇപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏതാണ്ടൊരു 70-80% ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ, അധികമായി ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ 2050 ജനങ്ങൾക്ക് ഉള്ള ഭക്ഷണ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ ഗ്യാപ്പ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. 80% ഫുഡ് ഗ്യാപ്പ് ഒന്നാമത്തെ പ്രശ്നം 2050 എത്തുമ്പോൾ അതാണ്. മറ്റൊന്ന് വരുന്നത് 593 മില്യൺ ഹെക്ടർ ലാൻഡ് ഗ്യാപ്പാണ്. ഇത്രയും ഭൂമി വേണം എന്നാണ് പറയുന്നില്ല. 593 മില്യൺ ഹെക്ടർ ഭൂമിയിലെ കൃഷി നമുക്ക് അഡീഷണലായി ഒരു ഗ്യാപ്പ് വരികയാണ്. ഒരു ചെറിയ ഹെക്ടർ അല്ല വരുന്നതല്ല, 80% ഫുഡ് ഗ്യാപ്പ് വരുന്നു. 593 മില്യൺ ഹെക്ടറിൻ്റെ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ഗ്യാപ്പ് വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ പ്രശ്നവും നമ്മുടെ മുമ്പിലേക്കെന്ന് വരാൻ പോകുന്നത്. അത് കണക്ക് കൂട്ടുന്ന ഏതാണ്ട് 11 ജിഗാട്ടൺ GHG എമിഷൻ്റെ ഗ്യാപ്പ്. ഈ 3 ഗ്യാപ്പുകളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതിനെല്ലാം പറയുന്നത് ദർ ഈസ് നോ ക്യാപ്സൂൾ, ദർ ഈസ് നോ മാജിക് സ്റ്റിക്ക് ടു ക്ലോസ് ദ ഫുഡ് ലാൻഡ്
GST ഗ്യാപ്പ് അതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാതൊരു മാന്ത്രിക വടിയും നമ്മുടെ ഇല്ല. യാതൊരു ക്യാപ്സൂൾ കൊണ്ടും നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുകയില്ല. അതിനെല്ലാം നമുക്ക് ഈ ഗവേഷണങ്ങളും നമ്മുടെ കണ്ടെത്തലുകളും അതിൽ ആ കാര്യങ്ങളെല്ലാം പ്രയോഗവും എല്ലാം കൂടി ചേർത്ത് ഈ വരുന്ന 25 കൊല്ലം നമ്മൾ അതിഭയങ്കരമായ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ തരത്തിലേക്ക് ഒരു ഭയങ്കരമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രമുഖമായ 3 ഉത്തരവാദിത്വങ്ങൾ ഞാൻ കാണുന്നത് ഈ 3 പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുമ്പിലും നമ്മൾ കാണുന്നുണ്ട് ഈ പ്രശ്നമെല്ലാം. ഇവിടെയും നമുക്ക് വരും. ലോകത്തിൻ്റെ എവിടെയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നം തന്നെ അല്ലേ? നമുക്ക് വാഹനങ്ങളുടെയും വീടുകളുടെയും വസ്ത്രത്തിൻ്റെയും എല്ലാം പ്രശ്നം നമുക്കൊന്ന് മാറ്റിവെക്കാം. നമുക്ക് അന്നത്തിൻ്റെ പ്രശ്നത്തെ നമുക്കൊന്ന് എടുക്കാം. ഗാന്ധിജി തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മുമ്പിലൊരു ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ, അവിടെ ഗാന്ധിജി ഒരു ഈഫ് ചേർക്കുന്നുണ്ട്, പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഭക്ഷണപാത്രത്തിൽ അന്നമായിട്ടായിരിക്കും ദൈവം പ്രത്യക്ഷപ്പെടുക എന്ന്. ഗാന്ധിജിക്ക് ഒരു പരിചാരകനുണ്ടായിരുന്നു, രവിശങ്കർ എന്ന് പറയുന്നൊരു പരിചാരകൻ. ബ്രാഹ്മണനായ ഈ പരിചാരകൻ നല്ലവണ്ണം ഭക്ഷണം തയ്യാറാക്കുന്നില്ല എന്ന പരാതിക്കാരനായിരുന്നു ഗാന്ധിജി. ഒരു ദിവസം ഗാന്ധിജി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം പോലും അറിയില്ല, പാചകവും അറിയില്ല, സന്ധ്യാവന്ദനവും അറിയില്ല, നിങ്ങൾ ഇവിടം വിട്ടാൽ എങ്ങനെ ജീവിക്കും എന്ന് ഗാന്ധിജി അല്പം തമാശ കലർത്തി പരിഹാസരൂപേണ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. രവിശങ്കർ പറഞ്ഞു, ഞാൻ ഇവിടം വിട്ടാൽ നേരെ പോകുന്നത് ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ആയിരിക്കും. അവിടം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തൂമ്പയാണ് ഞങ്ങളുടെ നിത്യകർമ്മം, കലപ്പയാണ് ഞങ്ങളുടെ നിവേദ്യം, കൃഷിയിടമാണ് ഞങ്ങളുടെ ആരാധനാലയം, അതാണ് ഞങ്ങളുടെ ജീവിതം എന്ന്. എനിക്ക് നമ്മുടെ ആമന്ത്രണ ഗാനം ഏതാണ്ട് അതേ ആശയത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഈ ആമന്ത്രണ ഗാനം എഴുതിയത് ആരാണെന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്കതൊന്ന് എൻ്റെ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ ചങ്ങാരപ്പള്ളി നാരായണൻ പറ്റി എഴുതിയതാണെന്നാണ്. എനിക്ക് അറിയില്ല, യൂണിവേഴ്സിറ്റി അത് മാത്രം അത് പറയുന്നതായി കേൾക്കുന്നും ഇല്ല. നമുക്കതൊന്ന് കണ്ടെത്തി അതൊന്ന് ഔപചാരികമായി ഔദ്യോഗികമായി അത് പറയേണ്ടതുണ്ട്. ഇത്ര മനോഹരമായ വരികളിലൂടെ ആ കർഷക ക്ഷേത്രത്തെയാണ് ഏറ്റവും പ്രമുഖമായി കണക്കാക്കുന്നത്. ഈ കർഷക ക്ഷേത്രത്തിലേക്ക് ഗാന്ധിജിയെ കൊണ്ടെത്തിക്കുന്നത് അക്ഷരാഭ്യാസം പോലും അറിയില്ലാതിരുന്ന രവിശങ്കർ എന്ന ഈ പരിചാരകനായിരുന്നു. സാധാരണയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഗാന്ധിജി ഈ രവിശങ്കറിനെ അക്ഷരമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു കഥ. ഇത് നമ്മൾ കാണേണ്ടുന്നത് ഈ കർഷക ക്ഷേത്രങ്ങളെ തന്നെയാണ്, ഈ കൃഷിയെ തന്നെയാണ്. 2050 എത്തുമ്പോൾ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ധാന്യങ്ങളുടെ കാര്യമാണ്. അരിയൊക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യാമല്ലോ എന്ന് പറയുന്നിടത്ത്, എല്ലാം ഇറക്കുമതി ചെയ്യുന്നിടത്ത് നമ്മൾ രോഗങ്ങളെ കൂടി കൊണ്ടുവരുന്നു എന്നും നമ്മൾ കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുന്നു എന്നും കണക്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് കൃഷിയിടത്തിൻ്റെ കുറവാണ്, മറ്റൊന്ന് ആഗോളതാപനവും മറ്റും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ. ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കാർഷിക സർവകലാശാലയുടെ മുമ്പിലുള്ള ഏറ്റവും സുപ്രധാനമായ വെല്ലുവിളികളാണ്. അപ്പോൾ ഒരു വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് 54ാമത്തെ സ്ഥാപിത ദിനാഘോഷം നമ്മൾ ആഘോഷിക്കുന്നത്. ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ചേരുമ്പോഴും ഒരു ഇരുണ്ട കാലം നമ്മളെ തുറിച്ചു നോക്കുന്നുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് ജനസംഖ്യയുടെ ഈ ഒരു കാര്യത്തെ ഒരു പോപ്പുലേഷൻ ബോംബ് എന്ന് പറഞ്ഞൊരു വിദേശി ഒരു പുസ്തകമൊക്കെ പണ്ടിറക്കിയിരുന്നു. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണമാണ്, കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കലും ഒരു പിറവി ഉണ്ടാവാതിരിക്കലാണ് എല്ലാം പരിഹാരമാർഗം എന്നൊക്കെ പണ്ടേക്ക് കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ള പരിഹാരമാർഗം. ഇനിയും ഒരു കുട്ടിയും ഉണ്ടാവാൻ പാടില്ല, ഒരാളും മണ്ണിലേക്ക് പിറന്നു വീഴാൻ പാടില്ല എന്നെല്ലാം ഈ വിഭവങ്ങളെല്ലാം വിനിയോഗിച്ച് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും ഉള്ളതുണ്ട്, ആർത്തിക്ക് വേണ്ടതില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ചേർത്ത് വെക്കേണ്ടത്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ മുമ്പിലുള്ള ഈ 3 വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് സർവകലാശാല ഇന്ന് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കടമയും ലക്ഷ്യവും എല്ലാം. അതിലേക്കാണ് നമ്മൾ ചുവട് വെക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പുതിയ നെല്ലിനങ്ങളൊക്കെ എത്തുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞതും. ആ പുതിയ ഇനങ്ങൾ നമ്മൾ എത്തിക്കുമ്പോൾ നമുക്ക് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആവേണ്ടത് അനിവാര്യം ആവുകയാണ്. ഈ മാറ്റമാണ് നമുക്ക് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇപ്പം ഭക്ഷണത്തിൻ്റെ പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ലോകം മൊത്തം പറയുന്നുണ്ട്, നമുക്ക് ഫുഡ് വേസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫുഡ് വേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ കണക്ക് ഞാൻ കണ്ടു. 2022 വിളവെടുപ്പാനന്തര പരിപാലനം പറഞ്ഞു, വിളവെടുപ്പാനന്തര നഷ്ടം, അതിനെക്കുറിച്ച് ഒരു കണക്ക് ഞാൻ കാണുകയുണ്ടായി. 2022 വിളവെടുപ്പാനന്തര നഷ്ടം എന്ന് പറഞ്ഞാൽ
1500 കോടിയാണത്രേ. എത്ര ഭയങ്കരമായ സംഖ്യയാണ്, ഭീകരമായ സംഖ്യയാണെന്ന്, അല്ലെങ്കിൽ ഇഷ്യൂ ആണെന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു വലിയ സംഖ്യയാണെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കുക. 1500 കോടിക്ക് അപ്പുറത്തേക്ക് വിളവെടുപ്പാനന്തര നഷ്ടം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? അവിടെയാണ് ഗൗരവതരമായ ഇടപെടൽ അനിവാര്യമാകുന്നത്. ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണോ അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? വിതയ്ക്കുന്നു, അല്ലെങ്കിൽ നടുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നെല്ലാം പറയുന്നത് കർഷകൻ സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ പ്രൈമറി അഗ്രികൾച്ചറിലേക്ക് മാത്രമായിരുന്നു. ആ പ്രൈമറി അഗ്രികൾച്ചറിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് 1500 കോടിക്ക് മുകളിൽ ഒരു വർഷം നമ്മളുടേതുപോലുള്ള സംസ്ഥാനത്ത് നഷ്ടമുണ്ടാകുന്നു എന്ന് വന്നാൽ, ആ നഷ്ടം ഉണ്ടാവുന്നില്ല എങ്കിൽ കൃഷിക്കാരൻ്റെ ലാഭത്തിൻ്റെ പട്ടികയിലേക്ക്, നേട്ടത്തിൻ്റെ പട്ടികയിലേക്ക് ഈ തുക തന്നെ വന്നു കയറി പോവുകയാണ്. ന്യൂട്രലായിട്ടങ്ങ് പോവുകയല്ല ചെയ്യുന്നവിടെല്ലാം. ഈ തുക എന്തുകൊണ്ടാണ് കർഷകൻ്റെ വരുമാനത്തിലേക്ക്, അവൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിലേക്ക്, അവൻ്റെ നഷ്ടം കുറയ്ക്കുന്നതിന്, അവൻ്റെ ലാഭത്തെ വർദ്ധിപ്പിക്കുന്നതിന് എടുത്ത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നീക്കാൻ കഴിയാതെ പോകുന്നു? വളരെ ഗൗരവതരമായി ഇടപെടലാണ്. അങ്ങനെയുള്ള ഇടപെടലിലാണ് നമ്മൾ സെക്കൻഡറി അഗ്രികൾച്ചറിനെ കാണുന്നത്. സെക്കൻഡറി അഗ്രികൾച്ചർ ഈ മേഖലയിലേക്കെല്ലാമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം മാത്രമല്ല, നമ്മൾ ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിലായാലും, അതിൻ്റെ കോൾഡ് പാക്ക് ഹൗസുകൾ, കോൾഡ് സ്റ്റോറേജുകൾ, ഇതൊക്കെയും ക്രമീകരിക്കുന്ന കാര്യത്തിലായാലും, ഇതിനെല്ലാം ചേർത്തെല്ലാം വരുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലാണ്. ഒരു വർഷം 1500 കോടിയുടെ നഷ്ടം സെക്കൻഡറി അഗ്രികൾച്ചറിൽ നമ്മൾ ഗൗരവം കാണിക്കാത്തത് മൂലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഇതിനെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞു. ഈ പ്രാധാന്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ കാര്യത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ, പ്രൈമറി അഗ്രികൾച്ചറിനൊപ്പം ചേർത്ത് വെക്കാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ എല്ലാ കൃഷിഭവനുകൾ, ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറഞ്ഞത്. ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം അത് ബ്രാൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. കേരള ഗ്രോ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ച് നമ്മളതിനെ രജിസ്റ്റർ ചെയ്തു. കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ നല്ല ആകർഷകമായ പാക്കിങ്ങിൽ ഉണ്ടാവണമെന്ന് ആലോചിച്ചു. ആ പാക്കിങ്ങിൽ നമ്മൾ പുറത്തിറക്കാൻ ആരുടെയാണ് സഹായം വേണ്ടത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് മുംബൈയുമായി നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, വിപണനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയും നമ്മൾ ഇടപെട്ടേ മതിയാകും. സർവകലാശാലയിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തിറങ്ങി ഞങ്ങളുടെ ഉദ്യോഗസ്ഥരിൽ ചിലരോടെങ്കിലും അടക്കം പറഞ്ഞെങ്കിലും ചോദിച്ചു, നമ്മളൊക്കെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരാണോ എന്ന്. അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളിലേക്ക് നമ്മൾ പോയാൽ, ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് അതെല്ലാം ഉണ്ട് എന്ന് വിസ്മരിച്ച് പോയാൽ ഏത് മേഖലയായിരിക്കും തളർന്നും തകർന്നും പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനെയും ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സർവകലാശാലയിൽ ഞാൻ ഈ സംസാരത്തിന് മുതിരുന്നത്. നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തി. അവിടെ കൊണ്ട് മാത്രം ആവുന്നില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോക്കേസ് പരിപാടി മാത്രമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. വ്യാപകമായൊരു കച്ചവടത്തിലേക്ക്, കൃഷിക്കാരൻ്റെ ലാഭത്തിലേക്ക് അത് പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ അതിൻ്റെ സ്റ്റാളുകൾ തുറക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആലോചിച്ചത്, നമുക്ക് നമ്മുടേത് മാത്രമായി ഒരു ബ്രാൻഡഡ് ഷോറൂം ഇട്ടാലോ എന്ന്. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് കിളിക്കാൻ മോഹം, അമിതമായ ആഗ്രഹമാണോ എന്ന് ചിലരെങ്കിലും അടക്കം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കർഷകൻ്റെ കാര്യമാണ്, അവരുടെ വരുമാനത്തിൻ്റെ പ്രശ്നമാണ്. നടപ്പിലായേ മതിയാവുകയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നതിലേക്ക് നമ്മൾ എത്തി. അങ്ങനെയാണ് കേരളത്തിലെ 14 ജില്ലകളിൽ ബ്രാൻഡഡ് ഷോപ്പുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. ഇന്ന് കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ, 14 പൂർത്തിയായിട്ടില്ല, തിരുവനന്തപുരത്തായി, കൊല്ലത്തായി, കോട്ടയത്തായി, വയനാടിലായി, കണ്ണൂരിലായി, കുറേയേറെ ജില്ലകളിൽ ഇത്തരത്തിലേക്ക് നമ്മുടെ കേരള ഗ്രോയുടെ ബ്രാൻഡഡ് ഷോപ്പുകൾ ഉണ്ടായി. ആ ബ്രാൻഡഡ് ഷോപ്പുകൾ നല്ല ശീതീകരിച്ച മുറികളിൽ, മനോഹരമായ പാക്കിങ്ങിൽ കേരള ഗ്രോ എന്ന കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ, കൃഷിക്കൂട്ടങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, ഫാമുകളുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്കവിടെ വിൽപ്പന നടത്താൻ വേണ്ടി വെക്കുമ്പോൾ കേരളത്തിലെ സെക്കൻഡറി അഗ്രികൾച്ചറിന് ഒരു പുതിയ മുഖം കൈവരികയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൃഷി വകുപ്പ് ഇത്തരത്തിൽ ഒരു ബ്രാൻഡ് നെയിമോടുകൂടി കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൃഷി വകുപ്പ് കേരള ഗ്രോയുടെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ, ഇതിൻ്റെ മാത്രമായ ഷോറൂമുകൾ നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് സെക്കൻഡറി അഗ്രികൾച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തേ മതിയാവുള്ളൂ. ഈ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ വന്നിരിക്കുന്നൊരു ഗ്യാപ്പിനെ
1500 കോടിക്ക് മുകളിലേക്ക് നീങ്ങുന്ന ഒരു ഗ്യാപ്പിനെ നമുക്ക് കുറയ്ക്കേണ്ടത് അനിവാര്യമായി വരുന്നതെല്ലാം. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നമെല്ലാം കർഷകൻ്റെ വരുമാനത്തിൽ നമ്മുടെ ഇടപെടൽ പ്രതിഫലിക്കണം എന്നുള്ളതിൻ്റെ പേരാണ്. എന്തിന് സർവകലാശാല എന്ന് ഒരു കർഷകന് ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. എനിക്കെൻ്റെ സർവകലാശാല ഉണ്ട് എന്നും എൻ്റെ സർവകലാശാല എൻ്റെ ബലമാണെന്നും എൻ്റെ സർവകലാശാല എൻ്റെ കരുത്താണെന്നും കേരളത്തിലെ ഓരോ കർഷകനും ഉള്ളിൽ തട്ടി അവൻ്റെ മനസ്സ് നിറഞ്ഞ് അവർ ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയുടെ പൂർണ്ണമായ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മളുടെ പിന്തുണയോടെയും നമ്മളുടെ പിൻബലത്തോടെയും നടക്കുന്ന ഒന്നാണ്. അതിൻ്റെയുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഇനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നിരവധിയായ കാര്യങ്ങൾ ഞാൻ സംസ്ഥാന സർക്കാർ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഒരു അവതരണത്തിനും വിവരണത്തിനും വേണ്ടി ഇവിടെ മുതിരുന്നില്ല. ഇന്നലെ ഒരു റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയുണ്ടായി, എക്കണോമിക് സർവേ. ആ എക്കണോമിക് സർവേ നിങ്ങളിൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇതിവിടെ ചേർത്തുള്ള പഠന വിഭാഗം തന്നെ ഇവിടെ ഇല്ലേ നമുക്ക്, അല്ലേ? അഗ്രികൾച്ചർ എക്കണോമിക്സ് ഉൾപ്പെടെ ഉണ്ട്. നമ്മുടെ എക്കണോമിക് സർവേക്കകത്ത് ഇന്നലെ അത് കണ്ടവർ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തെക്കുറിച്ച് ഒരു ഭാഗം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മോഡലായി അവർ കേരളത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ഒരു കേരളത്തെക്കുറിച്ച്? നമ്മളിങ്ങനെ ഭൂമി മറ്റൊരാളുടെ കയ്യിൽ നിന്നും എടുത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം കേരളത്തിൽ തയ്യാറാക്കിയിരുന്നു. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, അതൊരു സാഹിബിൻ്റെ കാലത്തൊക്കെ രൂപം കൊണ്ടൊരു നിയമമൊക്കെയാണ്. ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമുക്കൊരു കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെയാണ് നവോത്ഥാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിലുണ്ടായത്. നമുക്ക് വലിയ ചർച്ചകളിലൊന്നും നവോത്ഥാൻ ഉണ്ടാവില്ല. 8 മണി ചർച്ചകളിൽ അത് കടന്നു വരികയില്ല. മറ്റ് ഡിസ്കഷനിൽ ചിലപ്പോൾ അതൊന്നും കടന്നു വരികയില്ല. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പോലും ആരോടും മിണ്ടുകയില്ല, നമ്മൾ പോലും ആരോടും പറയുകയില്ല. നമ്മുടെ കേരളത്തിൽ തരിശിടങ്ങൾ നമ്മൾ കൃഷിയിലേക്ക് എത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 593 മില്യൺ ഹെക്ടറിൻ്റെ ഗ്യാപ്പ് 2050 ഭക്ഷണത്തിന് വേണ്ടി ലോകത്ത് അനിവാര്യമാണെന്നിരിക്കെ നമ്മുടെ നാടിനു വേണ്ടി സാധ്യമാവുന്നിടത്തോളം മണ്ണ് കൃഷിക്ക് ഉപയുക്തമാക്കണമെന്നുണ്ടെങ്കിൽ കൃഷിക്കാരൻ്റെ അല്ലാതെ കുറേ ആൾക്കാരുടെ കയ്യിൽ ഭൂമി ഇരിക്കുന്നുണ്ട്. കർഷകരുടെ അല്ലാതെ ഇരിക്കുന്ന ഭൂമി കർഷകന് വേണ്ടി ഒന്ന് കൊടുത്താൽ, അതിനൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ കർഷകർ അത് കൃഷി ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അതിനെയാണ് ഇന്നത്തെ എക്കണോമിക് സർവേക്കകത്ത് പറഞ്ഞത്, ഹൗവർ ദ സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ക്രിയേറ്റഡ് ആൻ ഇന്നൊവേഷൻ എഗ്രിമെൻറ്റ് ഫോർ ലാൻഡ് ലീസിങ് എന്ന്. നമ്മുടെ കേരളം ഒരു നല്ല ഒരു പരിപാടി, ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു പരിപാടി ഈ കേരളത്തിൽ നടപ്പിലാക്കി എന്ന് എക്കണോമിക് സർവേക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവലോകനത്തിൽ റിപ്പോർട്ടിനകത്ത് ചേർത്ത് വെക്കേണ്ടി വന്നു. കേരളം ഏറ്റെടുത്ത ഒരു വലിയ കാര്യത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യപ്രശ്നം എന്നുള്ളതിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടാണ്, ഈ ഭാവിയെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് നീങ്ങുന്നതെല്ലാം. എവിടെയാണ് നമ്മുടെ ഭാവി നിൽക്കുന്നതെല്ലാം? നമ്മുടെ എല്ലാവരുടെയും ഭാവി നിൽക്കുന്നത്, ആ ഭാവി നമ്മൾ പറയുന്നതെല്ലാം നമുക്ക് കുറേ നാൾ ജീവിതമുണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നത്. ആഴ്ച പതിപ്പിനകത്ത്, വാരാന്ത്യ പതിപ്പിനകത്ത് നമ്മൾ ആഴ്ചയുടെ ഫലം നോക്കാൻ വേണ്ടി, വാരഫലം നോക്കാൻ വേണ്ടി നോക്കുന്നവർ നാളെ മരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല അത് നോക്കുന്നത്. ഒരേ നാൾ നമുക്ക് ജീവിതമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് എല്ലായിടത്തും നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഭാവി എന്ന് നമ്മൾ പറയുന്നത് ഒരു ദീർഘകാലം നമുക്ക് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ്. അല്ലാതെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്ന ഒരാളും അല്ല അത് നോക്കുന്നത്. മനസ്സിലാവും. വാരഫലം നോക്കിയാലും നോക്കുന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഭാവി പറയുന്നത് കുറേയേറെ നാൾ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ ആ ഭാവിയുടെ ഏറ്റവും സുപ്രധാനമായ ഘടകം നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാവി എവിടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഭാവിയും കേരളത്തിൻ്റെ ഭാവിയും നമ്മുടെ മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഈ ബന്ധത്തിലാണ് നമ്മൾ കൂടുതൽ ഉൽപ്പാദനത്തിന്, അവിടെയാണ് നവോത്ഥാൻ എന്ന ഒരു പരിപാടി നമ്മൾ ഈ കേരളം നടപ്പിലാക്കിയത്. അതിനെയാണ് എക്കണോമിക് സർവേ അഭിനന്ദനാർഹമായ ഇന്നൊവേറ്റീവായ ഒരു പരിപാടിയാണ് എന്ന് അതിൻ്റെ റിപ്പോർട്ടിനകത്ത്, ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തി. നമുക്ക് കേരളത്തിന് നമ്മുടെ ആവശ്യകതകളെ കണ്ട്, പ്രതിസന്ധികളെ മനസ്സിലാക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ, ഗവേഷണങ്ങൾ ഒക്കെ നടത്തുകയും അതിൻ്റെ ഫലം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്, അവിടെ സർവകലാശാലയ്ക്കൊരു വലിയ റോൾ നിർവഹിക്കാനുണ്ട്. ഞാനത് വീണ്ടും പറഞ്ഞു പോകാൻ ഒരുമ്പിടുകയല്ല.
കൃഷിയോഗ്യമായ ഭൂമി കർഷകൻ്റെ കയ്യിലേക്ക് എത്തുക എന്ന അടിസ്ഥാനത്തിൽ നവോത്ഥാൻ പദ്ധതിയുടെ തുടർച്ചയായിട്ട് നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേഴ്സ് കാർഡ്, റൈറ്റ് കാർഡ്, അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ അങ്ങനെ അവതരിപ്പിച്ച് അതൊരു നിയമം മൂലം കൃഷി ചെയ്യുന്ന, ഭൂമി കൊടുക്കുന്ന ഒരാളിനും കൃഷി ചെയ്യാനത് ഏറ്റെടുക്കുന്ന ഒരാളിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ കൃഷി ചെയ്യുന്നതിനും ആനുകൂല്യങ്ങളെല്ലാം അത് ലഭ്യമാക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ഒരു നിയമത്തിൻ്റെ കൂടി പിൻബലം കൊണ്ടുവരാൻ ആലോചിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റി തീർക്കേണ്ടത് അനിവാര്യമാണ്. ആ അനിവാര്യതയെ സർവകലാശാലയും കണക്കിലെടുക്കേണ്ടതുണ്ട്. പുതിയ രീതികൾ നമുക്ക് പകർന്നു കിട്ടേണ്ടതും അനിവാര്യമാണ്. നെല്ലിൻ്റെ വേക്കായി ബന്ധപ്പെട്ട് വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനെ മാറ്റാൻ കഴിയുക എന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിനെ കുറിച്ച് ലോകം മുഴുവൻ പറയുന്നുണ്ട്. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിലേക്കൊന്ന് പദം ഉറപ്പിച്ചു തുടങ്ങി. ആലുവയിലെ നമ്മുടെ ഫാം ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ്. 13 ഫാമുകൾ കൂടി കാർബൺ ന്യൂട്രൽ ഫാമുകളാക്കുന്നതിനുള്ള നീക്കത്തിൽ നമ്മൾ നീങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേര പ്രോജക്റ്റ് വന്നപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമ്മൾ നെൽകൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓർഗാനിക് കാർബണിനെ കൂടുതൽ സംഭരിക്കാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ നെൽകൃഷിയെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്, കർഷകന് ലാഭകരമായി എങ്ങനെയാണ് ആ പുതിയ രീതിയിൽ അവലംബിക്കാൻ പറ്റുക, അതിൻ്റെയും ഉത്തരവാദിത്വം കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ ചുമലിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കും. ഇതെല്ലാം നമ്മുടെ ചുമലിൽ നമ്മൾ ഏറ്റെടുക്കുന്നതെല്ലാം കർഷകനും നാടിനും പ്രയോജനപ്രദമാവുന്ന ഏറ്റവും വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ തുറിച്ചു നോക്കി നിൽക്കുന്ന വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ അശോക് അടക്കമുള്ള 27 പേർ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലിലേക്ക് പോവുകയുണ്ടായി. അവിടെ അവർ നൂതനങ്ങളായ ഒരുപാട് രീതികൾ കണ്ടു. പോയിട്ട് വന്ന കർഷകരെല്ലാവരും തന്നെ നമ്മുടെ നാട്ടിൽ ആ കൃഷിയിലേക്ക് ഏർപ്പെട്ട് നിൽക്കുന്നുണ്ട്. പുത്തൻ രീതികൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനൊക്കെയും പണ്ട് വിചാരിച്ചിരുന്നത് മണ്ണില്ലാതെ ഒരു കൃഷിയും നടക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് മണ്ണില്ലാതെയും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് നമ്മൾ എത്തി. അതിന് പുതിയ രീതികളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഹൈഡ്രോപോണിക്സ് വന്നപ്പോൾ അത് മാത്രമായി നിൽക്കും എന്ന് കരുതി അത്ഭുതമായിരുന്നു. അല്ല, എയറോപോണിക്സ് വരുമ്പോൾ വീണ്ടും നമുക്ക് എല്ലാം പുതിയ രീതികളെല്ലാം വരുവാണ്. വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ പുതിയ രീതികൾ അവലംബിക്കുന്നു. നമുക്കപ്പോൾ ഈ പട്ടണങ്ങൾ വന്ന് ഗ്രാമങ്ങളെ കൂടി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെർട്ടിക്കൽ ഫാമിംഗ് ആയാലും എയറോപോണിക്സ് ആയാലും ഹൈഡ്രോപോണിക്സ് ആയാലും ഇത്തരം പുതിയ രീതികൾ നമ്മൾ നാട്ടിലേക്കെല്ലാം അവതരിപ്പിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് കടന്ന് കൂടുതൽ ചെറുപ്പക്കാർ ഉണ്ടാവുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ട്. ചെറുപ്പം കൂടുതലായി ഈ രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് ആകർഷകമായൊരു തൊഴിലും അന്തസ്സാർന്നൊരു ജീവിതവും എന്ന തരത്തിലാണ് ചെറുപ്പം ഈ മേഖലയെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് ഈ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്കും എല്ലാവരും നോക്കുന്നത് കാർഷിക സർവകലാശാലയാണ്. പലരും പറഞ്ഞു പല രോഗങ്ങൾക്കുമുള്ള മരുന്നായി ഉപയോഗിക്കാം, പല വിളകളെയും അത്തരത്തിൽ ഉപയോഗിക്കാം. പരമ്പരാഗതമായ വിത്തിനങ്ങളുടെ മെച്ചം എല്ലാം നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ പരമ്പരാഗതമായ വിത്തിനങ്ങളെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ലോകം തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ എന്തിനാണ് നമുക്ക് ആധുനികതയിലേക്ക് എത്തുമ്പോൾ ഇതുകൂടി അനിവാര്യമാണ് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അതിനെല്ലാം നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ആളുകൾ അവർ ചിലപ്പോൾ അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു, പലരും പുതിയ രംഗത്തേക്കെല്ലാം കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ചില പഴമക്കാർ നിൽക്കുന്നുണ്ട്. പത്മശ്രീ അവാർഡ് കിട്ടിയ ശ്രീ ചെറുവയൽ രാമൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എത്രയോ ഇനങ്ങൾ പരമ്പരാഗതമായ വിത്തിനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഒരു കർഷകനാണ് പത്മശ്രീ ലഭിച്ച പത്മശ്രീ അവാർഡ് നൽകി രാജ്യം ആദരിച്ച ശ്രീ ചെറുവയൽ രാമൻ എന്ന മനുഷ്യൻ. അദ്ദേഹം കൃഷിയിടവും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു നാഭീനാള ബന്ധം പോലെ അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. ചില രോഗങ്ങളുടെ എല്ലാം പിടിയിൽ അമരുമ്പോഴും കൃഷിയിടത്തിൽ നിന്ന് വേറിട്ട് ചെറുവയൽ രാമൻ എന്ന മനുഷ്യനെ ആർക്കും കാണാനും കേൾക്കാനും കഴിയില്ല. കർഷക പ്രമുഖനും പത്മ അവാർഡ് ജേതാവുമായ ശ്രീ ചെറുവയൽ രാമൻ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവുമെല്ലാം ഉണ്ട് എന്നറിയുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ് എങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയും എന്ന് നോക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കാർഷിക സർവകലാശാല ഒരു ആദരസൂചകമായി തന്നെ
പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവി ശ്രീ ചെറുവയൽ രാമന് നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ള കാര്യം ഈ 54-ാം വാർഷിക വേളയിൽ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം, സർവകലാശാലയുടെ ഇതര കേന്ദ്രങ്ങൾ എന്നിവിടെ ശ്രീരാമൻ്റെ കൃഷിയിടത്തിലും സന്ദർശകർക്കും ഗവേഷകർക്കും ശ്രീ ചെറുവയൽ രാമൻ അനുഭവജ്ഞാനം പങ്കുവെക്കുക എന്നുള്ളതാണ് സർവകലാശാല അതിലൂടെ നിശ്ചയിക്കുന്നത്. ശ്രീ ചെറുവയൽ രാമൻ്റെ ഓണറേറിയം നിലവിലുള്ള ചട്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് സർവകലാശാല വൈസ് ചാൻസലർ, അതിൻ്റെ ഭരണസമിതി അതെല്ലാം വൈസ് ചാൻസലർ നിശ്ചയിക്കും. ഒരു വർഷത്തേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ നിയമനത്തെ ക്രമീകരിക്കാം എന്നാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരം രീതികളിലേക്കെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം സർവകലാശാല അതിനുണ്ട്. ഞങ്ങൾ ഈ നാട്ടിലെ കർഷകൻ്റെ കൂടെയുണ്ട്. വഴിയിൽ ഒരു കർഷകൻ വീണു പോവാതെ ഇരിക്കാൻ ഞങ്ങൾ കരുത്തായി, ഒരു താങ്ങായി ഞങ്ങളുണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് ഒരു സാമ്പത്തികമായ ആനുകൂല്യ വിതരണത്തിനൊന്നും സർവകലാശാലയ്ക്ക് കഴിയില്ല. അത് സർവകലാശാലയുടെ ഉത്തരവാദിത്വവും ബാധ്യതയും, അല്ല സർക്കാർ വേറെ തരത്തിൽ ആലോചിക്കുകയും നോക്കുകയും എല്ലാം ചെയ്യേണ്ട കാര്യം. പക്ഷേ എന്നാൽ സർവകലാശാല എല്ലാ അർത്ഥത്തിലും ഇത്തരം അറിവുകളെയും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്, അതിനെയും കൂടി കോർത്തു വെക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ജൈവിക ബന്ധം കാർഷിക മേഖലയുമായി സർവകലാശാലയ്ക്ക് ആ അർത്ഥത്തിൽ തന്നെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുള്ളൂ. ഞാനിനി ഒന്നും ദീർഘിപ്പിക്കാൻ ഒരുമ്പെടുന്നില്ല. കുറേയേറെ പേർ 25 വർഷക്കാലം പൂർത്തിയാക്കുകയാണ് സർവകലാശാലയിൽ. നമ്മുടെ കുറേയേറെ അധ്യാപകർ, നമ്മുടെ ശാസ്ത്രജ്ഞർ, ജീവനക്കാർ, ഇവിടുത്തെ തൊഴിലാളികൾ അടക്കമുള്ളവർ, ഒരു സാധാരണ തൊഴിലാളി മുതൽ സർവകലാശാലയുടെ ഏറ്റവും തലപ്പത്ത് വരെ നിൽക്കുന്നവർ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് സർവകലാശാല എന്ന അർത്ഥത്തിന് പൂർണ്ണമായി കാർഷിക സർവകലാശാല എന്ന ഒന്നിലേക്ക് വരികയുള്ളൂ. അവരുടെ എല്ലാം അധ്വാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നെന്മണി ഇവിടെ നിന്ന് പുതുതായി വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് പരീക്ഷണശാലയിൽ മാത്രമല്ല, ഇവിടുത്തെ മണ്ണിൽ കൂടി അത് വിളയിച്ചെടുത്ത് നോക്കിയിട്ടാണ്, പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പുറത്തൊക്കെ ഇറക്കുന്നത്. അതിൻ്റെ യോഗങ്ങൾ ചേർന്ന് അതിനെക്കുറിച്ചെല്ലാം ശ്രീ അശോക് എന്നോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. നമ്മളുമായി ചില തർക്കങ്ങളൊക്കെ ഉയരുന്നതിനെക്കുറിച്ച്, ഓരോ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലരൊക്കെ ഇതുമായി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ എത്ര കടമ്പകൾ കടന്നിട്ടാണ് ഒരു നെൽവിത്തിൻ്റെ ഇനം നമ്മൾ ഇറക്കുന്നതെന്ന് അതുകൂടി കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധാരണയും ബോധ്യവും എല്ലാം ഉണ്ടായി. വർഷങ്ങളുടെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഒരു നെൽവിത്ത് ഇറക്കുന്നത്. അല്ലാതെ ചുമ്മാതെ ഒരു തട്ടുദോശ ഇട്ടെടുക്കുന്നത് പോലെ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി തന്നേ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തരാൻ പാകത്തിലേക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാരൊന്നുമല്ല ഇവിടെ ഇരിക്കുന്ന ഒരാളും. അവരെല്ലാം അവരുടെ ദീർഘകാലത്തെ അനുഭവജ്ഞാനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ മണ്ണുമായി ബന്ധപ്പെട്ട് നിന്ന് അവർ നടത്തുന്ന ഗവേഷണങ്ങളുടെയും പരീക്ഷണമൊക്കെ ഫലമായിട്ടാണ് ഒരു നെൽവിത്ത് പുറത്തേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു, അവരൊരു കപ്പ കമ്പനി ഇത് കൊണ്ടുവന്നു, 12 വർഷത്തെ അവരുടെ അധ്വാനമാണ് എന്ന് പറയും. ഇവിടുത്തെ നെൽവിത്തിൻ്റെ എത്ര വർഷമാണ് എനിക്ക് അറിയില്ല, നിങ്ങളത് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് പറയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്നത് 25 വർഷം പൂർത്തിയാക്കുന്ന കുറേയേറെ പേർ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ട്. അവരെ എല്ലാം ഞാനും 4 നൂറ്റാണ്ടൊരു ചെറിയ കാര്യമല്ല ഈ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങളൊക്കെ പെർമനൻ്റ് ലേബേഴ്സാണ്. എന്നെപ്പോലുള്ളവരെല്ലാം, ഞാനും ഈ നന്ദകുമാർ ഏട്ടനുമൊക്കെ കോൺട്രാക്റ്റ് ലേബേഴ്സാണ്. 5 കൊല്ലത്തെ കരാർ പണിക്കാർ മാത്രമാണ് ഞങ്ങളെല്ലാം. ബാക്കി നിങ്ങളെല്ലാവരും അത് ഇതിനകത്ത് വേറെ എനിക്ക് തോന്നുന്നില്ല, വേറെ ഇപ്പം അശോകന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ എങ്കിലും കാർഷിക സർവകലാശാലയുടെ ഭാഗമായിരുന്ന ഈ സർവകലാശാലയിൽ പഠിച്ച ആളാണ്, വെറ്ററിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ആളാണ്. ഇത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊന്നിലേക്ക്, അല്ലെങ്കിൽ ഇതിവിടെ നിശ്ചയിക്കപ്പെടുന്ന ഒരു ടേം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വേറൊന്നിലേക്ക് മാറും. പക്ഷേ എന്നാൽ നിങ്ങളെല്ലാം എങ്ങനെ ഇത്തരം പ്രശ്നത്തെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ 100ാം ജന്മവാർഷികം കഴിഞ്ഞ ദിവസം ആചരിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, IPS കിട്ടിയതാണ്, MBBSലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. പക്ഷേ കുട്ടനാടിൻ്റെ കണ്ടപ്പോൾ, തഞ്ചാവൂരിൻ്റെ നെല്ലിടങ്ങൾ കണ്ടപ്പോൾ, തോട്ടം മേഖല കണ്ടപ്പോൾ കർഷകൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉള്ളു പൊള്ളുന്ന തരത്തിലേക്കെല്ലാം എത്തി. എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന ചിന്തയുണ്ടായി. അവിടെ നിന്നാണ് കർഷകൻ്റെ വരുമാനത്തിനെക്കുറിച്ച് ഇപ്പോഴും ഡൽഹിയിലെ സമരങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം സ്വാമിനാഥൻ ഫോർമുല നടപ്പിലാക്കണം എന്നുള്ളതാണ്. C2+50%. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ ചിന്തയുടെ ഫലമായിട്ടാണ്. ഇതേപോലെയുള്ള ചിന്തകളാണ് നിങ്ങളിവിടെ അടിയുറപ്പിച്ച് നിർത്തുന്നത്. നമ്മൾ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് വെള്ളായണിയിലേക്കും വെള്ളായണിക്കരയിലേക്കും പോകേണ്ടി വന്നത് എന്ന് മനസ്സിൽ ഇപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് നടക്കുന്നവർ ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ എങ്കിലും ആ പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും കൊണ്ട് നടക്കരുതെന്നാണ് എനിക്ക് വിനയപൂർവ്വം ഉള്ള അപേക്ഷ. ഇത്രയും വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ലോകത്ത് വേറെ ആരുടെ മുമ്പിലേക്കും ലോകം നോക്കുന്നതേയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ
ലോകം നോക്കുന്നത് കാർഷിക മേഖലയാണ്, യന്ത്രത്തിൻ്റെ മേഖലയല്ല, വ്യവസായ മേഖലയല്ല. ലോകം നോക്കുന്നത് ഈ മേഖലയാണ്, കാർഷിക മേഖലയാണ്. 1000 കോടി മനുഷ്യൻ്റെ അന്നം എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ മേഖലയാണ്, കാർഷിക മേഖലയാണ്. കേരളത്തിൽ അതിൻ്റെ ഒരു പങ്ക് പറ്റി നിൽക്കുന്നത് നമ്മുടെ സർവകലാശാലയാണ്, കാർഷിക സർവകലാശാലയാണ്. ആ കാർഷിക സർവകലാശാലയുടെ ഭാഗമാവാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കുക. 25 വർഷം പൂർത്തിയാകുന്ന എല്ലാവരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഈ 84-ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇന്നകളിൽ ഈ സർവകലാശാലയെ നട്ട് നനച്ച് വളർത്താൻ മുൻകൈയെടുത്ത എല്ലാവരെയും ആദരപൂർവ്വം സ്മരിക്കുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.